ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ്. അങ്ങനെ ചന്ദ്ര ശ്രുതിനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ശ്രുതി എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ശ്രുതിയോട് വിഷമിക്കരുത്, അമ്മ കൂടെയുണ്ട്, അമ്മ ഇപ്പം അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശ്രുതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയൊരു ഷോക്കായി തീരുകയാണ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതി പറഞ്ഞത് ശ്രുതിയോട് താനൊരു അനാഥയാണ്, തനിക്ക് ആരുമില്ല, ഒരു ബന്ധങ്ങളുമില്ല, ഒരു സുഹൃത്ത് പോലുമില്ല എന്ന് പറയുന്ന നമ്മുടെ ശ്രുതി പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കിയ ശ്രുതിക്ക് അത് വല്ലാത്തൊരു ഷോക്കായി തന്നെ മാറി. അങ്ങനെ നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നതും ശ്രുതി ആദ്യമേ ചോദിക്കുന്നത് നിങ്ങൾ വെറും കള്ളനായിരുന്നല്ലേന്ന്. അപ്പം പെട്ടെന്ന് ചോദിച്ചു, അതെന്താ ശ്രുതി അങ്ങനെ ചോദിച്ചത്? അപ്പോഴേക്കുമാണ് ശ്രുതിയുടെ കയ്യിലിരിക്കുന്ന തൻ്റെ ഫോണ് ശ്രുതി ശ്രദ്ധിച്ചത്. അപ്പം പറഞ്ഞു, അല്ല ഫോണിൽ ആരെങ്കിലും വിളിച്ചായിരുന്നോ? അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതല്ലേ? ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി, നിങ്ങളൊരു അനാഥനാണ് എന്ന് ഞാൻ അറിയാൻ വേണ്ടി. എന്തൊക്കെയാ ശ്രുതി ഈ വിളിച്ചു പറയുന്നത്? ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം വേറൊന്നും അല്ല സംഭവിച്ചത്. ഇയാളുടെ അമ്മ ചന്ദ്ര ഇപ്പം ഈ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വെറുതെ എന്നോട് ഓരോരോ കള്ളങ്ങൾ പറഞ്ഞത്? എനിക്ക് എല്ലാം മനസ്സിലായി, നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന്. എന്നിട്ട് വെറുതെ എന്നോട് നുണ പറഞ്ഞു നിങ്ങൾ. എന്തിനു വേണ്ടി? ഞാനൊരു അനാഥ ആയതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ നുണ പറഞ്ഞത്? സാധാരണ നമ്മുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്ന ഒരാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി, നിങ്ങളിപ്പം വെറും ഫ്രോഡ് തന്നെയാണ്. എന്താ ശ്രുതി ഈ പറയുന്നത്? ഞാൻ ഫ്രോഡാണെന്നോ? അല്ല, തന്നോട് ആരാ പറഞ്ഞത് ഞാൻ ഫ്രോഡാണെന്ന്? ഞാൻ അനാഥനാണെന്ന് പറഞ്ഞു. ഞാൻ അനാഥനാണെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അമ്മയില്ല അച്ഛനില്ല എന്നൊന്നും ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും ഉണ്ടായിട്ടും ഞാൻ അനാഥനാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. നിനക്കാരുമില്ലെന്ന് നീ പറഞ്ഞു. നിനക്കാരും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഉണ്ടായിട്ടും അനാഥനാകുന്നതിൻ്റെ വിഷമം നിനക്കറിയില്ല. കാരണം എല്ലാവരുടെയും സ്നേഹം കിട്ടിയിട്ട് പെട്ടെന്നത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വീർപ്പുമുട്ട എന്തെന്നൊക്കെ അത് അനുഭവിച്ചാലേ അറിയൂ ശ്രുതി. ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. മതി, നിർത്ത്. നിങ്ങളിനി കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ വിവാഹിതനല്ല, വിവാഹം കഴിച്ചിട്ടില്ല, ഒരു പെൺകുട്ടി നിങ്ങളെ പറ്റിച്ചിട്ട് 50 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങി എന്നൊക്കെ. ഇതൊക്കെ എത്രമാത്രം വിശ്വസനീയമാണ്? ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? നിങ്ങൾ അനാഥനാണെന്ന് നുണ പറഞ്ഞ സ്ഥിതിക്ക് ആ കാര്യവും നിങ്ങൾ നുണ പറഞ്ഞത് ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക്. എൻ്റെ അവസ്ഥ ഇതായിപ്പോയി. ഞാൻ അതുകൊണ്ട് പറയുക, എല്ലാവരും എനിക്കുണ്ട്, പേരിന് എല്ലാവരും. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, അങ്ങനെ സഹോദരങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ആരുമില്ലാത്ത ഒരു സമയമാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇതിലേക്കാ ഇപ്പം ശ്രുതി കയറി വന്നത്. അതെനിക്ക് എത്രമാത്രം സമാധാനമാണെന്ന് ശ്രുതിക്ക് അറിയാമോ? ശ്രുതി അത് ശ്രുതിയോട് എങ്ങനെ പറഞ്ഞ് വ്യക്തമാക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയാം, ശ്രുതിയോട് ഞാൻ ഒന്നും നുണ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായി. അവരുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എന്നോടൊരു തരി സ്നേഹം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. ഏതായാലും അപ്പം മനസ്സിലായി കേട്ടോ, നമ്മുടെ ശ്രുതിക്ക് കാര്യമൊക്കെ ഏകദേശം പിടികിട്ടി. എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. ചന്ദ്ര പറയുകയും ചെയ്തല്ലോ, അവന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നതിൽ എന്തൊക്കെയോ സത്യാവസ്ഥയുണ്ട് എന്ന് ശ്രുതിക്കറിയാം. ഇതേ സമയം ആയിക്കോട്ടെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് സച്ചിയോട് പറയുകയാണ്, എടാ പൈസ ശരിയായോടാ? എടാ അവിടെ പോയിന്ന് ബില്ലൊന്ന് അടയ്ക്കാമോ? അത് കഴിഞ്ഞ് വേണം അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാൻ. നീ ഒന്ന് ബില്ല് പേ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു, അതെ പൈസ ശരിയായി, എല്ലാം ശരിയായിടാ. ഞാൻ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലല്ലേ, എനിക്കറിയാം, ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നമ്മുടെ ശ്രുതി അഡ്മിറ്റ് ആയിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മുടെ സച്ചി പോകുന്നത്. കൂട്ടുകാരൻ്റെ അമ്മയ്ക്കോ അച്ഛനോ എന്തോ ചെറിയൊരു അസുഖ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ റെഡിയാക്കിയിട്ട് അത് ബില്ലടയ്ക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. കൂട്ടുകാരൻ ഇപ്പോൾ എന്തോ സാഹചര്യത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സച്ചിനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ വിയർത്തൊലിച്ച് ഓടി വരികയാണ്.
എങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് മകനെ കാണാൻ വേണ്ടി. അങ്ങനെ റൂമിലേക്ക് ഓടി വന്നു കേട്ടോ. ഓടി വന്നു. അവിടെ റിസപ്ഷനിലൊക്കെ ചോദിച്ചു എവിടെയാണ് സുധി കിടക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓടി വന്ന ഉടനെ നമ്മുടെ സുധീനെ കണ്ടത് ഒരൊറ്റ കരച്ചിലായിരുന്നു. അതുമല്ല പേടിച്ചു പോയി. കാലിലാണെങ്കിൽ വലിയൊരു കെട്ടാ കെട്ടി വെച്ചിരിക്കുന്നത്. ദേ ഒരു ചെറുവിരൽ മുറിഞ്ഞതേ ഉള്ളൂ. ഒരു വലിയൊരു കെട്ട് തന്നെയുണ്ട്. ചിലപ്പം ചെറുവിരലാണെങ്കിൽ ഒരു ഇച്ചിരി മതിയല്ലോ. അപ്പോൾ വലിയൊരു കെട്ടാണുള്ളത്. ഇത് കണ്ടതും പേടിച്ചു പോയി നമ്മുടെ ചന്ദ്ര. ഓടി വന്നിട്ട് എന്താ മോനെ ഞാൻ ഈ കാണുന്നത്? എന്താടാ നീ എന്നോട് ഒരു വാക്കും പറയാതെ നീ പോയത്? എന്തിനാടാ മോനെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? ഈ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധിയുടെ അടുത്ത് ചെന്നിരുന്ന് ഓരോന്ന് എണ്ണി പിറക്കി ഏങ്ങി കരയുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് കാണുന്നത്? നമ്മുടെ ശ്രുതി കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഇവരുടെ ആ ഒരു ബന്ധം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ ആ ഒരു സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ പരിചയപ്പെടുത്തുക. ശ്രുതി, ദേ ഇതാണ് എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന പെൺകുട്ടി. ഈ പെൺകുട്ടി കാരണമാണ് ദേ ഞാനിപ്പോൾ ഈ ഒരു രാത്രി വരെ ഇവിടെ ഇരുന്നത്. എനിക്ക് കൂട്ടിരുന്നത് ഇവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ എനിക്കറിയാം മോളെ, എനിക്ക് ഇവളെ അറിയാം. അപ്പം നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പരിചയമുണ്ട്, ചെറുതായിട്ടൊരു പരിചയം. ഇവള് ഒരു തെറാപ്പിസ്റ്റാണ്. അത് നമ്മുടെ ഭാമയുടെ വീട്ടിലെ. ഇവള് മിക്ക ദിവസവും മസാജിന് വരാറുണ്ട്. അന്ന് ഞാനിവൾ ഒരു ദിവസം കണ്ടു. ഇവളെൻ്റെ പെടലിയൊക്കെ ഒന്ന് തിരുമ്മി തന്നു. ആ ഒരു ഇതുണ്ടല്ലോ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. സത്യമായിട്ടും പറയാലോ, പുകഴ്ത്തി പറയുന്നില്ല ഒന്നും അല്ലാട്ടോ ശ്രുതി. അന്ന് മോള് കൈവച്ചത് പിന്നെ ഇതുവരെ പെടലി വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. ഏതായാലും എൻ്റെ മോനെ രക്ഷിച്ചല്ലോ. സത്യത്തിൽ ഇപ്പം എനിക്ക് മോളോട് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. എങ്ങനെയും ഞാൻ ഈ കടപ്പാട് വീട്ടുക? ഹേയ് അങ്ങനെയൊന്നും പറയണ്ടമ്മേ. വഴിക്ക് വെച്ച ഒരാളെ കണ്ടു. അതിപ്പം സുധി അല്ലെങ്കിൽ കൂടി ഞാൻ ആരെ കണ്ടാലും ഈ ഒരു സമയത്ത് ഞാൻ രക്ഷിച്ചുകൊണ്ട് പോരും. എനിക്കങ്ങനെ തോന്നി. ദൈവം ആയിട്ട് സുധീനെ എൻ്റെ മുമ്പിൽ കാണിച്ചു, ഞാനിവിടെ കൊണ്ടുവന്നു. അത്രേ ഉള്ളൂ അമ്മേ. എങ്കിലും ഒരു പെൺകുട്ടി ആയിട്ട് പോലും ഒരു രാത്രി മുഴുവൻ എൻ്റെ മോന് കൂട്ടിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയല്ലേ എൻ്റെ കുഞ്ഞിന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമയും പറയുക, ശ്രുതി മിടുക്കിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ചന്ദ്രേ? എനിക്കറിയാം ശ്രുതിനെ നന്നായിട്ട്. അവൾ മിടുക്കി തന്നെയാണ്, മിടുക്കിയായൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കുറേ പൊക്കി ഭാമയും സംസാരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് കാലിൻ്റെ കാര്യം ചോദിക്കുക, എന്ത് പറ്റി മോനെ കാലിന്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഹേയ് പ്രശ്നമൊന്നും ഇല്ലമ്മേ. അല്ല ഇനിയിപ്പം നിനക്ക് നടക്കാൻ പറ്റുമോ? എൻ്റെ ഈശ്വരന്മാരെ, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ ശ്രുതി ഒന്ന് നോക്കിയിട്ടോ, ശ്രദ്ധിച്ചു. അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞത് ശരിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് ശരിയാണ് എന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ശ്രുതി പറയുന്നത്, അതെ നമുക്ക് ഡിസ്ചാർജ് ആയി പോകാൻ സമയമായിട്ടുണ്ട്, ബില്ലടയ്ക്കുകയാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോകാമായിരുന്നു. അയ്യോ മോളെ, ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി. ഇവനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ ആ ഒരു വെപ്രാളത്തിന് ഞാൻ ഓടി തിടുക്കപ്പെട്ട് വന്നതാ. അല്ല ഭാമയുടെ കയ്യിൽ അയ്യോ ഞാൻ കാർഡ് എടുത്തില്ല ചന്ദ്രേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അതെ അമ്മ അന്ന് എൻ്റെ കയ്യിൽ തന്നില്ലായിരുന്നോ കുറച്ച് പൈസ? അതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ മോൻ അതെടുക്ക്, അമ്മ വീട്ടിൽ ചെന്നിട്ട് മോന് വേറെ പൈസ തരാം. എങ്കിൽ പിന്നെ അമ്മ ബില്ല് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, വേണ്ട അമ്മ മകൻ്റെ അടുത്തിരുന്നോ, ഏതായാലും പേടിച്ച് വിറച്ച് വന്നല്ലേ, കുറച്ച് മകനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക, ഞാനിവിടെ വെറുതെ നിൽക്കുകയല്ലേ, ഞാൻ പോയി ബില്ല് അടച്ചോളാം എന്ന് പറഞ്ഞ് ആ ഒരു പൈസയൊക്കെ മേടിച്ചുകൊണ്ട് ബില്ലടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവിടെ നമ്മുടെ വില്ലാളി വീരൻ നിൽക്കുന്നത് കണ്ടത്. നമ്മുടെ വില്ലാളി വീരനായ സച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ്റെ ആ ഒരു ബില്ലടയ്ക്കാൻ വേണ്ടിയാണ് സച്ചി വന്ന് അവിടെ നിൽക്കണത്. അങ്ങനെ ക്യൂവിൽ ഫസ്റ്റ് സച്ചിയാണ് നിൽക്കണത്. അപ്പോൾ ഈ ഒരു ശ്രുതി എന്ന് പറയുന്ന അവൾ ഓടി വന്നിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ സച്ചിയുടെ മുമ്പിൽ കയറാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എങ്ങോട്ടാ ഈ കയറി പോകുന്നത്? അതെ ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ? ഈ ക്യൂ നിന്ന് ഞാൻ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പല കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, പുറകിൽ പോയി നിൽക്കുക. എന്താണോ താൻ ഈ പറയുന്നത്? ഇവിടെ ആണുങ്ങൾ മാത്രമല്ലേ ക്യൂ നിൽക്കുന്നത്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ക്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പം വേറെ പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ ഉള്ളൂ, ഒരു സ്ത്രീയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ വന്ന് മേടിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? തെറ്റോ? ഇത് വലിയൊരു തെറ്റാ എൻ്റെ പെങ്കൊച്ചെ. ഞാനൊരു കാര്യം പറയാം. ദേ നിങ്ങളല്ലേ പറയുന്നത് സ്ത്രീക്കും പുരുഷനും സമത്വം ഒരുപോലെയാണ് സ്ത്രീയും പുരുഷനെന്നുമൊക്കെ. എന്നിട്ടിപ്പം എന്താ ഇവിടെയൊക്കെ വരുമ്പം സ്ത്രീക്കും മുൻഗണന, അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ, സ്ത്രീക്കും പുരുഷനും ഒരേ അവകാശമാണ്, സമത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിച്ചുകൂവി നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പല സ്ഥലത്ത് നിങ്ങൾക്ക് മുൻഗണന വെക്കുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? അതുകൊണ്ട് കൂടുതൽ വാചകം അടിക്കാതെ ദേ കൊച്ചൊരു കാര്യം ചെയ്യും, പുറകെ പോയി നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇല്ല ഒരിക്കലും ഇല്ല, ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഇത് മേടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവിടെ വേറെ ക്യൂ ഇല്ല, സ്ത്രീകൾക്ക് ക്യൂ ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ക്യൂ വേണം.
അല്ലെങ്കിൽ താനിപ്പം മേടിക്കുക, താൻ മേടിച്ചു കഴിഞ്ഞ് ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പം പിന്നെ പുറകിൽ നിൽക്കുന്നവരെ പൊട്ടന്മാരാക്കണോ ഞാൻ? നിന്നെക്കാളും പ്രായമുള്ളവരാ പുറകിൽ നിൽക്കുന്നത്, നീ ഒന്ന് നോക്കിക്കേ. അതുകൊണ്ട് മര്യാദയ്ക്ക് പോയി നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന കുറച്ച് ചേട്ടന്മാരെല്ലാവരും കൂടെ ശ്രുതിയോട് പറഞ്ഞു, അതെ എൻ്റെ പൊന്നു വച്ചാൽ പുറകിൽ പോയി നിൽക്കുക, ഞങ്ങളൊക്കെ മണിക്കൂറോളമായി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും ശ്രുതി ലാസ്റ്റ് തോറ്റ് പുറകിൽ പോയി നിൽക്കേണ്ട വന്നു. ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ സച്ചി ആ ഒരു മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് വന്നു. മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വിളിച്ചിട്ട് പറഞ്ഞു, താൻ കൂടുതൽ അഹങ്കാരമൊന്നും കാണിക്കണ്ട, താൻ ജയിച്ചു എന്നും കരുതണ്ട. ഇവിടെ ജയിക്കാൻ മാത്രം മത്സരമൊന്നും നടന്നില്ലല്ലോ. പിന്നെ ഈ സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. സ്ത്രീകളും പുരുഷനും ഒരേ അവകാശമുള്ളവരാണെന്ന് നിങ്ങൾ തന്നെയാണ് വാദിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും സമത്വം വേണമെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം പിന്നെ എന്താ എൻ്റെ പെങ്കൊച്ചെ നീ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ മേടിച്ചിട്ട് പോകും, അല്ലാതെ എന്നെ മെക്കിട്ട് കയറാൻ വരരുതേ. ഞാനിവിടെ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി കേട്ടോ. സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവർ കണ്ടതേ ഫൈറ്റായി. ഇനിയിപ്പോൾ തൻ്റെ ഏട്ടത്തിയമ്മയായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്തായിരിക്കും ഫൈറ്റ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയും സുധിയും ഭാമയും ശ്രുതിയും ഒക്കെ കൂടി ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ചന്ദ്ര ഒരുപാട് നന്ദി പറയുകയാണ്, മോളെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, മോളെ ഏതായാലും വന്ന് നിന്ന് നോക്കിയില്ലോ, അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. മോളെ വീട്ടിൽ കൊണ്ടുവിടണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അതിൻ്റെ കാര്യമില്ല, ഞാൻ തന്നെ പൊക്കോളാം, നിങ്ങൾക്ക് ഏതായാലും ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലണ്ടേ, അതും സുധിയുടെ കാലിന് ഒട്ടും വയ്യ വേദനയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് പൊക്കോ. സുധി സൂക്ഷിക്കണം കേട്ടോ, കാല് വെച്ചോണ്ട് ഒത്തിരി നേരം നടക്കുകയൊന്നും ചെയ്തേക്കല്ലേ, എന്നാൽ ഒത്തിരി നേരം ഇരിക്കുകയും ചെയ്യരുത്, ഇടയ്ക്ക് ഒന്ന് നടക്കുകയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കൂടുതലും എന്താ പറയുക കെയറിങ് ഒക്കെ കൊടുക്കുന്നത് പോലെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുകയാണ് സുധിയോട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഒരു നോട്ടം ഉണ്ട് കേട്ടോ ഈ പെങ്കൊച്ചിനോട്, അതായത് നമ്മുടെ ശ്രുതിയോട്. അങ്ങനെ ശ്രുതിനെ ഒരു നോട്ടക്കാരിയാക്കി വെച്ചിരിക്കുകയാണ്. തൻ്റെ വീട്ടിൽ തൻ്റെ മരുമകളായിട്ട് കയറി വന്നാൽ ശ്രുതിയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ മനസ്സിലായി നമ്മുടെ ശ്രുതിയുടെ ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും. ഏതായാലും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മുടെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഭാമയും ചന്ദ്രയും കൂടെ ആയി സംഭാഷണം. അങ്ങനെ നമ്മുടെ ഭാമ പറയാം, നല്ല പെൺകുട്ടിയാണല്ലേ, നമുക്കൊന്ന് ശ്രുതിക്ക് വേണ്ടി ആലോചിച്ചാലോ? എൻ്റെ മനസ്സിലും ഉണ്ട് ഭാമേ, ഒന്ന് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നല്ല പെൺകുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണിൽ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ശ്രുതിയും കൂടെ. രണ്ടുപേർക്കും ചെറിയൊരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു. ഏതായാലും ഇതേ സമയം നമ്മുടെ ചന്ദ്ര വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് വരുന്നത്, അത് ശരിയാവില്ലമ്മേ, ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല, വീണ്ടും വഴക്കാകും, പിന്നെ പ്രശ്നമാകും, ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ഭാമ പറയാ, മോൻ എന്താ മോനെ ഈ പറയുന്നത്, മോൻ്റെ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ, എനിക്ക് സമാധാനം തന്നിട്ടില്ല, ഞാനും ഒരു പോളെ കണ്ണിന്നലെ അടച്ചിട്ടില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മോൻ ഇവിടെ ഇല്ലെങ്കിലേ ഇവക്ക് വല്ല അസുഖം വന്ന് ഇവക്ക് വല്ല രോഗം ഉണ്ടാകും, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, മോൻ പോകരുത്, മോൻ കടിച്ചു പിടിച്ച് ഇവിടെ നിൽക്കണം, മോൻ്റെ വീടും കൂടെ അല്ലേ, മോന് കൂട്ടായിട്ട് മോൻ്റെ അമ്മയില്ലേ, പിന്നെ എന്തിനാ മോൻ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമയും കൂടെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അകത്ത് കയറി വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് അവിടെ. അപ്പോൾ രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് വന്ന് കയറി ഉടനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതേ രേവതി ഒരു ഗ്ലാസ് വെള്ളം പോയി കൊണ്ടുവന്നേ, അവൻ മടുത്തു, അവൻ്റെ കാല് വയ്യാണ്ടിരിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് വാ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ വെള്ളം തരില്ല, അമ്മയ്ക്ക് വേണമെങ്കിൽ തരാം, ഭാമയാൻറ്റിക്ക് വേണമെങ്കിൽ തരാം, ഇയാൾക്ക് ഞാൻ വെള്ളം തരില്ല. എന്താടി നീ ധിക്കാരം പറയുന്നോ? അതുമല്ല വയ്യാണ്ടിരിക്കുന്ന ഇവനോട്, എടി നിനക്ക് മനസാക്ഷി ഇല്ലേടി മനസാക്ഷി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രവി വന്നു കേട്ടോ, രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അവക്ക് മാത്രമല്ലടി മനസാക്ഷി, നിന്റെ മകന് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണോ അവൻ ചെയ്തിട്ട് പോയത്? അപ്പം പിന്നെ ഇവൾ ഇങ്ങനെയല്ല, ഇതിനപ്പുറം ചിലപ്പം പ്രതികരിച്ചെന്നിരിക്കും, അതുപോലത്തെ കാര്യങ്ങളല്ലേ അവളോട് അവൻ ചെയ്തിട്ട് പോയത്. വെള്ളം വേണം പോലും, നിന്റെ മോന് വെള്ളം വേണമെങ്കിൽ നീ എടുത്ത് കൊടുക്കടി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതേ സമയത്താണ് നമ്മുടെ സച്ചി വന്നിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സച്ചി കാലൊക്കെ ആകെ മൊത്തം കണ്ടപ്പോഴത്തേക്കും ഇതെന്ത് പറ്റി, കാലൊടിഞ്ഞോ, എന്തു പറ്റി, വണ്ടിയുടെ ഇടയിൽ കയറിയിട്ട് അരഞ്ഞു പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് നിൻ്റെ ആഗ്രഹമല്ലേടാ, എൻ്റെ മോൻ്റെ കാലൊടിയണം അരയണം എന്നൊക്കെ, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല, എൻ്റെ മോന് ഭാഗ്യവും ഉണ്ട്, അവൻ്റെ കൂടെ ദൈവവും ഉണ്ട്, അവന് നല്ലൊരു മനസ്സും ഉണ്ട്, അതുകൊണ്ടാണ് ദൈവം ഇത്ര ആക്കിയത്, ഇല്ലായിരുന്നെങ്കിലേ എൻ്റെ മോൻ്റെ കാല് നീ പറഞ്ഞ പോലെ അരഞ്ഞൊക്കെ പോയേനെ, അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ. സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയില്ല അമ്മ വന്നിട്ട്. അല്ല ഇതെന്താ പറ്റിയത് കാലിന്? എന്നിട്ട് അവൻ്റെ കാലിൻ്റെ ചെറുവിരലിന് ചെറിയൊരു മുറിവുണ്ട്.
ചെറുവിരലിന് മുറിവ്, എന്നിട്ടാണോ ഈ പന്തം പോലെ കെട്ടിവെച്ചിരിക്കുന്നത്? അപ്പോൾ രവിയും കണ്ടിട്ട് അത് ശരിയാണല്ലോ, ചെറുവിരലിനൊരു മുറിവുണ്ടായിട്ട് ഇത് പന്തം പോലെ കെട്ടിവെച്ചേക്കുന്ന കണ്ടത് എന്താ ചന്ദ്ര ഇത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ആ ചിലപ്പോൾ ഇതും അഭിനയമായിരിക്കും, ഇത് ഒന്നാം തരം നല്ല അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഹോസ്പിറ്റലിലൊന്നും കിടന്ന് കാണത്തില്ല, മിക്കവാറും എവിടെയെങ്കിലും പോയി വെച്ച് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതായിരിക്കും സിമ്പതി കിട്ടാൻ. സിമ്പതി. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര, ദേ എൻ്റെ പൊന്ന് സച്ചി, ഞാനൊരു കാര്യം പറയാം, അവൻ വേദന സഹിച്ചാണ് ഇവിടെ നിൽക്കണത്, വീണ്ടും വീണ്ടും അവനെ കുത്തി കുത്തി നോവിക്കരുത്, നീ കാരണം അവനതേ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇനി അതും കൂടെ എൻ്റെ മെക്കിട്ടെടുത്തിട്ട്, ഞാൻ കാരണം അത് സംഭവിച്ചെന്ന്. ഇവൻ്റെ കാലിന് വേദന കാണുമോ? എടാ സത്യമാണോടാ, നിന്റെ കാലിന് വേദനയുണ്ടോടാ? അഭിനയിക്കാൻ നീ മിടുക്കനാണല്ലോ പണ്ട് മുതലേ, അപ്പം പിന്നെ ഈ വേദന അനുഭവിക്കുന്നതിലും നീ മിടുക്കനാവുമെന്ന് എനിക്കറിയാം. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രവിയേട്ടനൊരു കാര്യം കേൾക്കണോ? നമ്മുടെ മോനെ എന്താണെന്നറിയുമോ പറഞ്ഞത് ഹോസ്പിറ്റലിൽ? അവൻ അനാഥനാണെന്ന്. അവൻ്റെ മനസ്സിൽ അത്രയും വിഷമം ഉണ്ടായിട്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്. ഇവനെ രക്ഷിച്ചത് ഏതോ ഒരു പെങ്കൊച്ച. ഏതായാലും ആ പെങ്കൊച്ച് ദൈവദൂതനെ പോലെ വന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചല്ലോ. അതുമാത്രമല്ല, അവളോട് ഇവൻ അനാഥയാണെന്നും പറഞ്ഞു. ദേ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നൊരവസ്ഥ, അതെന്താണെന്നേ ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ കുഞ്ഞ് എന്തുമാത്രം വേദന തിന്നിട്ടാ ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഓലിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞ സച്ചിക്ക് ചിരി വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ ഭാമ പറഞ്ഞു, എൻ്റെ പൊന്ന് ചന്ദ്രയെ, അവന് വയ്യാത്തതാണെങ്കിൽ അവനൊരു കാര്യം ചെയ്യുക, റൂമിനകത്ത് കൊണ്ട് കിടത്ത, അല്ലാതെ ഇവിടെ ഇരുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യുവാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അത് ശരിയാ മോനെ, ബാ നമുക്ക് പോയി കിടക്കാം, എൻ്റെ മോൻ കിടന്നോ, റെസ്റ്റ് എടുത്തോ, അതാ നല്ലത് എന്നും പറഞ്ഞ് പതുക്കെ പിടിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒരു കാര്യം ചെയ്തു. അവിടെ ഇരുന്നപ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് നടന്നു വരുന്ന നമ്മുടെ സുധിയുടെ കാലിട്ടൊന്ന് ചെറുതായിട്ട് ചവിട്ടി. സച്ചിക്ക് വിശ്വാസമില്ല കേട്ടോ, കാരണം സച്ചിക്ക് അറിയാം നമ്മുടെ സുധിയുടെ 18ാമത്തെ അടവും സച്ചിക്ക് അറിയാം, 18അല്ല 19ാമത്തെ അടവും സച്ചിക്ക് അറിയാം. അതുകൊണ്ടാണ് ചവിട്ടി നോക്കിയത്. പക്ഷേ ചവിട്ടി ഇപ്പം മനസ്സിലായി വേദന ഉണ്ടെന്ന്, ഒരൊറ്റ കാർച്ചയായിരുന്നു. അപ്പോഴത്തേക്ക് ചന്ദ്രൻ, നീ എന്താണ് സച്ചി കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ, അത് സത്യമാണോ ഇല്ലയെന്ന് അറിയണ്ടേ, അതിനുവേണ്ടി ഒരു ടെസ്റ്റ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് നടത്തിയതാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഭാമേനെയല്ല സുധീനം കൂട്ടിക്കൊണ്ട് അകത്ത് കയറി പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശ്രുതി വന്നു, നല്ല ടയേർഡായി. അപ്പം ചോദിച്ചു, നീ രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പം, അതെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, അപ്പോൾ കൂട്ട് നിൽക്കുമായിരുന്നു. ഏത് ഫ്രണ്ട്? അത് ഞാൻ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ആ തെറാപ്പി ചെയ്യാൻ പോയ അവിടുത്തെ മാമിൻ്റെ അടുത്ത്. മനസ്സിലായി. അയാൾ ഒന്ന് ചെറുതായിട്ട് വണ്ടി തട്ടി. നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നീ കുറേ ഊറ്റി കാണൂലോടി. ഹേയ് ഞാൻ ഊറ്റിയൊന്നുമില്ല, ഞാൻ ഒരു രാത്രി നോക്കിയിട്ടിങ്ങ് പോന്നു. എന്തോ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എനിക്ക് അയാളെ പറ്റിക്കാൻ തോന്നിയില്ല. എന്താടി, എന്തോ ഒരു സ്പാർക്ക് വീണ പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തോ ഒരു സ്പാർക്ക് വീണ പോലെ തോന്നുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും ഞാൻ പറ്റിക്കുന്ന പോലെ അയാളെ എനിക്ക് പറ്റിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കും എന്തോ ഒരു ചെറിയ സ്നേഹമൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശ്രുതിയോട്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട്. പുതിയ വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചിന്നൂസ് വേൾഡിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ചിന്നൂസ് വേൾഡിൽ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.